മൂന്നാം അധ്യായത്തിന്റെ 13 വാക്യം വായിക്കായിരുന്നു. അതിനകത്ത് വാക്യം വളരെ ഒറിജിനലാണ്. 12 വാക്യം ഒന്ന് വായിക്കണം. 12 ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ പോകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാണ് പഠിച്ചത്, അന്യോന്യം പ്രബോധിപ്പിക്കുക. അപ്പൊ അന്യോന്യം എന്നുള്ള വിഷയം വാട്ട് വി ഹാവ് ടു ഡു ഈച്ച് അതർ എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നാം പഠിക്കുകയുണ്ടായത്. ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് സ്തോത്രങ്ങളിൽ നാൾത്തോറും എന്ന ആ പദം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞ നമ്മുടെ ബൈബിൾ ക്ലാസ് തിയോളജിക്കൽ ആസ്പെക്റ്റിൽ അതല്ല നാം പഠിച്ചു വരുന്നത്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശം എന്ന വാക്കുകളും വാക്യങ്ങളും ഒക്കെയാണ് നാം ഈ ദിവസങ്ങളെ ധ്യാനിക്കുന്നത്. നമ്മളത് തിയോളജിക്കൽ ആസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ അധ്യായത്തിലും എല്ലാ വാക്കുകളും പറയുന്നത്. ചില അധ്യായങ്ങൾ ചില വാക്യങ്ങൾ നമ്മൾ ആഴ്ചകളോളം മാസങ്ങളോളം പഠിച്ചു, ചിലതൊക്കെ അങ്ങ് വിടുകയാണ്. ഈ 3-ാം അധ്യായത്തിൽ ഈ ഒരു വാക്കുകൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത ഭാഗം വിട്ടിട്ട് 4-ാം അധ്യായത്തിലേക്ക് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അടുത്തൊരു വർഷം നാം പഠിക്കുവാൻ പോകുന്നത്. ഇന്ന് ആ നാൾത്തോറും നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഓൺ എ ഡെയിലി ബേസിസ് വി ഹാവ് ടു ഡു സർട്ടൻ തിങ്സ്. നാൾത്തോറും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം ഒരു സാറ്റർഡേ നൈറ്റ് അത് പ്രസംഗിച്ചതാണ്. അതിന്റെ വേറൊരു വേർഷനാണ് ഈ പറയുന്നത്, ഓർപ്പിക്കുന്നത്. നാം പല കാര്യങ്ങളും ഒരു പാക്കേജ് ബേസിലാണ് ചെയ്യാറുള്ളത്. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടി അവരുടെ വിവാഹം, അവരുടെ മക്കള്, കൊച്ചുമക്കള് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ നീളമുള്ള നാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു നിത്യത എന്ന ഒരു വിഷയം കടന്നു വരാതെ നാം കണക്ക് കൂട്ടി വെക്കുന്ന ഭാവി. അത് എവിടെ നാം ചിക്കാഗോയ്ക്ക് പോയി അല്ലെങ്കിൽ 1100 മൈൽ ട്രാവൽ ചെയ്യണം. അവിടെ എത്തുന്ന ഇടയ്ക്കുള്ള വിഷയമല്ല. രാവിലെ ഞങ്ങൾ പുറപ്പെടും, 16 മണിക്കൂറിലൂടെ ചെല്ലും, ചിക്കാഗോ ചെല്ലും. ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ നമ്മൾ ഹിന്ദി ഇല്ല. നമ്മൾ വേറെ ഒന്നും പ്രിപ്പയർ അല്ല, അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഇവിടെ അവിടെ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ നാം ഇതിന്റെ ഇടയ്ക്ക് വൈഷമ്യങ്ങളുടെ ഒരു കൂമ്പാരമുള്ളപ്പോൾ നാളെ എന്നൊരു വിഷയമായി ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ ദൈവം പുറത്തിറക്കുമ്പോൾ ഇത്രേ പറഞ്ഞുകൊണ്ട് തേൻ കൊടുക്കുന്ന കനാൻ ദേശം, നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. മോശയെ കൂടെയോ ദൈവം നേരിട്ടോ ഒരിക്കലും പറഞ്ഞില്ല പോകുന്ന വഴിക്ക് അഗ്നിസർപ്പവും തേളുമുണ്ടെന്നും, പോകുന്ന വഴിക്ക് ചെങ്കടലുണ്ടെന്നും, പോകുന്ന വഴിക്ക് കനാനിലും വിത്തിലും പെരുസിലും ചെബൂസിലും ഒക്കെ ഉഹിയിലും ഒക്കെ ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല. പറഞ്ഞാൽ ഇവര് പറഞ്ഞത് എന്താ പറഞ്ഞേ? എന്തിനാണ് നമുക്ക് ഇവിടെ നിന്നാ ഈ തല്ലാണ് അതിനെ കാട്ടി ബെറ്റർ. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ കഞ്ഞി കുടിക്കുകയും ചെയ്യാം. എന്തിനാ വെറുതെ അങ്ങോട്ട് പോയിട്ട് കളിയ തല്ലുകൊണ്ട് കഞ്ഞി കുടിക്കുന്നതിനേക്കാൾ നല്ലത് കളിയ ഇതാണല്ലോ ബെറ്റർ എന്ന് പറഞ്ഞേ. അങ്ങനെ അവർ പുറത്തു പോകത്തില്ലായിരുന്നു. എന്നാൽ ദൈവം പഠിപ്പിച്ചത് ദൈവം കൊണ്ടുപോകുന്ന ലക്ഷ്യം പറഞ്ഞു കൊടുത്തിട്ട് ലക്ഷ്യത്തിന്റെ ഇടയ്ക്ക് ദൈവം തരുന്ന വിജയങ്ങളെ അനുഭവിപ്പിച്ച് കാണിച്ചതുപോലെ നമ്മുടെ ഡെയിലി ബേസിസ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആണ് നാം എപ്പോഴും മനസ്സിലെടുക്കേണ്ടത്. നാളെ എന്ന ഭാവി നമുക്ക് വേണം, പ്രത്യാശയുണ്ട്. അതേ സമയത്ത് തന്നെ ഇന്ന് എന്തൊക്കെ ചെയ്യാമോ അതാണ് ഒരു ദൈവവൈദ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കും. ദൈവം ആയുസ് തന്നാൽ കർത്താവിന്റെ വേല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ? എന്ന് പറഞ്ഞാൽ ഈ ആയുസ് ഒരിക്കലും പണ്ട് ഈ ഗണപതി എന്ന് പറഞ്ഞ ഹിന്ദു ദൈവം ഉണ്ടല്ലോ, പുള്ളി എന്തില്ല കുളിക്കത്തില്ല, കുളിക്കാൻ കാര്യമാണ് പുള്ളി കണ്ടിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല, പുള്ളിയുടെ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ പുള്ളിയാണെങ്കിൽ കുളിക്കത്തില്ലെന്നാണ്. അപ്പൊ എന്ത് എണ്ണ തേക്കും, ആ എണ്ണ തേച്ചിട്ടിരിക്കും, പക്ഷെ എന്തിയത്തില്ല കുളിക്കത്തില്ല. അറിയാൻ പിന്നെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ പുള്ളി എന്ത് ചെയ്താൽ കുളിക്കത്തില്ല. അവസാനം എപ്പോ ആൾക്കാർ കാണാൻ വന്നാലും പുള്ളി എണ്ണ തേച്ചിങ്ങനെ കുട്ടപ്പനായിരിക്കും, പക്ഷെ എന്തിയത്തില്ല കുളിക്കത്തില്ല. ആരും വന്ന് എപ്പോഴാ കുളിക്കുന്നത്? ഞാൻ നാളെ കുളിച്ചോളാം പറഞ്ഞു. അവസാനം തിരിഞ്ഞിരുന്നിട്ട് പറഞ്ഞു എന്നെ പുറത്ത് എഴുതി വെച്ചോ, ഇവൻ നാളെ എന്ത് ചെയ്തിരിക്കും? കുളിച്ചിരിക്കും, നാളെ കുളിച്ചിരിക്കും. അപ്പൊ ആര് വന്നാലും തിരിഞ്ഞ് പുറം കാണിക്കും. അപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്? അപ്പൊ നാളെ, അപ്പൊ എപ്പോ നോക്കിയാലും എന്താ ഒരിക്കലും വരാത്തൊരു നാളെയാണ്. നാളെ കുളിച്ചിരിക്കും, ആര് നോക്കിയാലും നാളെ കുളിച്ചിരിക്കും. നാളെ വരുമ്പോ പിന്നെ എന്താ ഇരിക്കുന്നത്? ഇതുപോലാണ് നമ്മുടെ നാളെകളൊക്കെ. നാളെ ഞാൻ ചെയ്തിരിക്കും, അവിടെ പോയി ഇത് ചെയ്യും, കർത്താവിന്റെ അധ്വാനിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കാരണം നമ്മൾ ഇന്നൊന്നും ചെയ്യാറില്ല. ഇവിടെ പറയുന്നു നിങ്ങൾ നാൾത്തോറും വേണം ഡെയിലി ബേസിസ് അറിയാ. സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ നാൾത്തോറും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നാം ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ്?
നിങ്ങളൊരു കാര്യം തുടങ്ങിയിട്ട് പറയാം. നമ്മുടെ കർത്താവ് നമ്മളെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? നിങ്ങൾ ഒരു മാസത്തേക്കുള്ള ഒരു പരിപാലനം വേദപുസ്തകം പറയുന്നില്ല. നെവർ സ്പീക്ക് അബൌട്ട് എ മന്ത്ലി ബേസിസ് സപ്പോർട്ട് ഓർ സസ്റ്റൈനിങ് ഓഫ് ഗോഡ്സ് ആം. ദൈവം അങ്ങനെ പറയുന്നില്ല. ഒരു വർഷം അല്ലെ ആണ്ടുകളുടെ ആരംഭം മുതൽ അവസാനം വരെ ദൃഷ്ടികളുണ്ടായിരിക്കും. പക്ഷെ ദൈവം നമുക്ക് തരുന്നത് എല്ലാം ദിവസം പ്രതിയാണ്. അതിന് 68-ാം സംഖ്യത്തിലും 11 വായിച്ചാണ്. Psalm 68:9. ഇംഗ്ലീഷ് മലയാളം ഡിഫറെന്റ് ആണ്. അത് വായിച്ചാണ്. 68-ാം സംഖ്യത്തിന് 11 വായിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോടും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നത്. അപ്പം കർത്താവ് നമ്മുടെ ഭാരങ്ങളെ എങ്ങനെ ചുമക്കുന്നത്? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് God who daily help us, അല്ലെങ്കിൽ വേറെ ഭാഷയിൽ പറയുന്നത് God who daily loads us with his benefits. തന്റെ ഉപകാരങ്ങൾ നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്ന അതിനർത്ഥം അല്ലെ. ഇവിടെ പറയുന്നു നമ്മുടെ ഭാരങ്ങൾ എന്ത് ചെയ്യും? ചുമക്കുന്നത്. രണ്ടിനും ഒരേ അർത്ഥം നമ്മൾ എടുത്തു കഴിഞ്ഞാല് ദിവസവും നന്മ തരുന്ന, ദിവസവും ഭാരം ചുമക്കുന്ന ദൈവം നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമായിട്ട് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ രോഗികളൊക്കെ കാണുമ്പോൾ അത് വായും പ്രാർത്ഥിക്കും. ദൈവം നമുക്ക് ഉദാഹരണങ്ങൾ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകള് ഒക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ ഈ വാക്യത്തിന്റെ അർത്ഥം ഇതാണ്: ദൈവം തന്റെ മക്കളെ പരിപാലിക്കുന്നത് അവരുടെ ഡെയിലി ബേസ്ഡ് ആണ്. നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഇനിയും രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളാണ് അവരുടെ ഡെയിലി ബേസിസ്. അപ്പോസ്തലപ്രവൃത്തി 2-46 വാക്യത്തിൽ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രാക്ടീസ് ഒന്നുണ്ടായിരുന്നു. നമുക്കത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീക്ക്ലി ബേസ്ഡ് ആക്കി മാറ്റിയത്. നമുക്ക് പറ്റത്തില്ല, കാരണം ജോലിക്കൊക്കെ പോകണം, തിരക്ക് പലതുണ്ട്, കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന, പിള്ളേരുടെ സ്വഭാവം മാറും, കുടുംബത്തിന്റെ സ്വഭാവം മാറും. ഇങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഡെയിലി ബേസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു വീക്ക്ലി ബേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആഴ്ച ഒരുമിച്ച് കൂടുതൽ സന്തോഷിക്കുന്നത്. വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-46 വാക്യം. നമ്മളേക്ക് അഭിഷേകം പ്രാവശ്യം എല്ലാവരും വിറ്റിട്ട് അപ്പോസ്തലന്മാരെ കാക്കിക്കൊണ്ട് വെച്ചു. പിന്നെ അങ്ങോട്ട് പോകാനല്ലേ നിങ്ങൾ വേണ്ടി എന്നെ കൊണ്ട് പോകാൻ പിന്നെ പള്ളി തന്നെ അവരെ വായിച്ചാട്ടെ. അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും അവർ വീടുണ്ടായിരുന്നു. സ്ഥലം വിട്ടെങ്കിലും വിലക്കുണ്ടായിരുന്നു. അതായത് ചിന്തിപ്പിച്ച വിഷയം. അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്ക വെച്ചു എന്ന് പറയുന്നു. എന്നാലും വീട്ടിലെന്തുണ്ടായിരുന്നു? എന്തുണ്ടായിരുന്നു? എന്തുവരെയും കൊടുത്തത് ഇപ്പൊ പറയാൻ കഴിഞ്ഞാൽ വേറെ വിഷയം ഭാഗമായിട്ട് എന്തുവായാലും ആ ദേവാലയത്തിൽ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു ഡെയിലി ബേസിൽ കർത്താവിനെ ആരാധിക്കാൻ പറ്റാത്തത്. We cannot rejoice deeply and there is no simplicity of heart. ഹൃദയത്തിന്റെ പരമാർത്ഥതയും ഏകാഗ്രതയും. സർപ്പം ഉപായത്താൽ നേരെ വന്ന് സാത്താൻ എന്ന് പറയുകയാണ്. പാപത്തിന് രക്ഷപ്പെടുത്തെങ്കിലും സാത്താൻ എന്ന് പറയുകയാണ്. ഏതാണെന്നറിയാമോ? ഞാനാണ് പിശാച്. ഞാനൊരു കാര്യം പറയുന്നു. നിങ്ങൾക്ക് ഈ പണം തിന്നാം, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ തിന്നത്തില്ലായിരുന്നു. അവ ഒരുമാതിരിപ്പെട്ട വിശ്വാസം തിന്നത്തില്ലായിരുന്നു. എന്നാൽ ഉപായത്താലാണ് ആരെ ചതിച്ചത്? ആ ഉപായം തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് വഴിതെറ്റിപ്പോയത്. അപ്പം ഉപായത്താൽ സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുകളയുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. നിങ്ങൾ സഹായത്തിന് പോകുന്നുള്ള ഏകാഗ്രത, കോൺസെൻട്രേഷൻ ആൻഡ് ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദി കിങ്ഡം ഓഫ് ഗോഡ്, ദാറ്റ് മേ ലൂസ്. അത് നഷ്ടപ്പെടാതിരിക്കുവാനാണ് on a daily basis we have to build up our spirituality on a daily basis. ദിവസം പ്രതി എന്ത് വേണം? പണം ഉയർത്തേണം. ഒന്നും കൂടെ പറയാം. അപ്പൊ അങ്ങനെ അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ഡെയിലി ബേസിസ്. ഉല്ലാസം, ഹൃദയപരമാർത്ഥത ഡെയിലി എന്ത് വരുന്നു? ഒരു കാര്യം മാത്രം ചെയ്യുന്ന അത് പറഞ്ഞാൽ അത് നമ്മൾ അത് കഴിച്ച് ബാക്കിയല്ലേ ആറെണ്ണം വിട്ട് കളഞ്ഞാലും നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കാറുണ്ട്? ഡെയിലി ബേസിസ്. ബാക്കിയെല്ലാം ആഴ്ചയിൽ ഒരിക്കലേക്ക് മാറ്റുക. എല്ലാ ജനത്തിന്റെയും കൃപ. മറ്റേ ഭക്ഷണം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ കറക്റ്റാണ് കണ്ടത്. അതിങ്ങനെ ഓൾറെഡി പ്രൊജക്ട് ചെയ്തു. അവർ ഡെയിലി എന്ത് ചെയ്യുമായിരുന്നു? ഭക്ഷണം കഴിക്കുമായിരുന്നു. അത് മാത്രം നമ്മൾ ഇന്നും വർഷങ്ങളായി തുടർന്നു വരുന്നു. ഓക്കെ. ഇനി നാളത്തോടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 3:13 വിടുന്നു. എപ്പോഴാണ് 3:13 വായിച്ചു? അതിൽ നാം അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടത് നാൾത്തോറുമാണെന്ന്. കഴിഞ്ഞ ആഴ്ച പ്രബോധനത്തെ കുറിച്ച് പറഞ്ഞെങ്കിലും ഇത് ചെയ്യേണ്ടത് എപ്പോഴുമാണ്? നാൾത്തോറുമാണ്. നമ്മൾ സാധാരണ എപ്പോഴാണ് പ്രബോധിപ്പിക്കുന്നത്? ഞായറാഴ്ച സഹായത്തിന് സമയം ഇല്ലെന്ന് പറയുന്ന കാര്യം തന്നെ പ്രബോധിപ്പിക്കും സാധാരണ. നീ സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല,
പ്രബോധിപ്പിക്കുന്നത്. അങ്ങനെ പല പ്രബോധനം എന്ന് പറയുന്നത് മൊത്തത്തിൽ കേൾക്കുന്ന